നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. 2023 കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നത്. അന്ന് DK ശിവകുമാർ എന്ന അന്നത്തെ പ്രബലനായ ഉപമുഖ്യമന്ത്രി, അദ്ദേഹവുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും ചർച്ച ചെയ്താണ് അറിഞ്ഞതാണ്. 2.5 വർഷം സിദ്ധരാമയ്യ CM, 2.5 വർഷം DK ശിവകുമാർ. പക്ഷേ എന്തുകൊണ്ടോ സിദ്ധരാമയ്യയുടെ കൂടെയായിരുന്നു ഭൂരിഭാഗം MLA-മാരും. കേരളത്തിൽ തിരിച്ചാണ്. വി.ഡി. സതീശിനേക്കാൾ MLA-മാരുടെ സ്ട്രെങ്ത് നേരത്തെ KC വേണുഗോപാൽ പക്ഷത്തിനായിരുന്നു. 43 പേരുണ്ട്. 47 വരെ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും സിദ്ധരാമയ്യയുടെ കൂടെയുള്ള മുതിർന്ന നേതാക്കളുടെ ഉപദേശം എന്തായാലും 2.5 വർഷം കഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കണ്ട. പക്ഷേ DK ശിവകുമാറാണ് കർണാടക കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഫണ്ട് റൈസർ. അറിയാമല്ലോ, നമ്മുടെ ഇവിടെ വി.ഡി. സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ അധികാരമേറ്റപ്പോഴും ശിവകുമാറാണ് വന്നത്. ഇപ്പോൾ ഏതാണ്ട് DK തൻ്റെ നിലപാട് കടുപ്പിച്ചു. കാരണം അടുത്ത തിരഞ്ഞെടുപ്പിന് സമയമാകാൻ പോകുന്നു. ഇനി അടുത്ത വർഷം 2 വർഷം കൂടി വരുമ്പോഴത്തേക്കും 2007 അവസാനം 2 വർഷം അവശേഷിക്കും. 2028 കർണാടകയിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ശിവകുമാരൻ അതുവരെ കാത്തിരിക്കാനുള്ള സമയവുമില്ല. അപ്പോൾ മുഖ്യമന്ത്രി കാരണമുണ്ട് കേട്ടോ, ഞാൻ പറയാം. അപ്പോൾ ശിവകുമാർ ഇപ്പോൾ ആവശ്യപ്പെട്ടതും ഹൈക്കമാൻഡിനോട് പറഞ്ഞതുമൊക്കെ സിദ്ധരാമയ്യയെ മാറ്റി നിർത്തിയിട്ട്, അതായത് MLA സ്ഥാനം വരെ രാജി വയ്പ്പിച്ചിട്ട് അടുത്ത 2 വർഷം ഞാൻ ഭരിക്കട്ടെ, ഞാൻ ഭരിച്ചോളാം, മുഖ്യമന്ത്രിയാണ് എന്നൊരു ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചു. അതേസമയം സിദ്ധരാമയ്യ ഹൈക്കമാൻഡ് ഈ വിഷയം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലാണ് സിദ്ധരാമയ്യയുടെ ചില ഉടക്ക് ഡയലോഗുകളൊക്കെ ചെന്നത്. അതെന്തായാലും ഹൈക്കമാൻഡിന് സോണിയാഗാന്ധിക്കൊന്നും അത്ര പിടിച്ചിട്ടുന്നില്ല. ഇപ്പോൾ സിദ്ധരാമയ്യയ്ക്ക് മുന്നിൽ 6 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം AICC KC വേണുഗോപാൽ അടക്കമുള്ള ചർച്ച ചെയ്തത്. ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഡൽഹിയിൽ രാജിവെക്കുക, ഡൽഹിയിൽ പ്രവർത്തക സമിതിയിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൽ ഒരു ഉന്നത സ്ഥാനം നൽകാൻ. കാരണം മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പടിയിറങ്ങുകയാണ്. ഇനി ആ പദവിയാണോ സിദ്ധരാമയ്യയെ കാത്തു വച്ചിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ നല്ലൊരു വാഗ്ദാനമാണ്. രാജ്യസഭ MP ആക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുമായപ്പോൾ സിദ്ധരാമയ്യ തൽക്കാലം തൃപ്തരാണ്. പക്ഷേ അതിന് അണികൾ തൃപ്തരല്ല. അവരിപ്പോൾ ശക്തമായ നിലപാടാണ്. DK ശിവകുമാർ ഇനി മുഖ്യമന്ത്രിയാകുമ്പോൾ സിദ്ധരാമയ്യ വിഭാഗത്തിലെ 1-ൽ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നൊരു സോപ്പടൽ കൂടി ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ സിദ്ധരാമയ്യ പദവി ഒഴിയാൻ, മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? അല്ല, അത് ഈ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ DK ശിവകുമാറിനോട് കർണാടകയിൽ മുട്ടി നിൽക്കുക എളുപ്പമല്ല. അതിന് കാരണമുണ്ട്. അത് ജാതി രാഷ്ട്രീയമാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് DK ശിവകുമാറിനോടൊപ്പം ഏതാണ്ട് 36-ലധികം MLA-മാരുണ്ട് എന്നാണ് ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തൽ. ഇത് നമ്മുടെ KC വേണുഗോപാലിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല DK ശിവകുമാറാണ് ഒരു മികച്ച ഫണ്ട് റൈസർ. അതായത് എത്ര കോടി രൂപ കോൺഗ്രസ്സിന് ആവശ്യമുണ്ടോ അത്രയും കോടി രൂപ റേസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സോണിയയ്ക്കും രാഹുലിനും പ്രിയങ്കയ്ക്കും ഒന്നും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചിലവാക്കി ശീലമില്ല. അതെ. അപ്പോൾ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഭരണം ഉണ്ടായിരുന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല. അവരൊന്ന് കണ്ണോടിച്ചാൽ മതി, കെട്ടുകണക്കിന് നോട്ടുകൾ AICC ആസ്ഥാനത്ത് എത്തും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഭരണത്തിലില്ല, ഒരുവിധപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം തോറ്റോടി. ആകെ ഇപ്പോൾ 4 സംസ്ഥാനത്തിലാണ്: കേരളം, കർണാടക, തെലങ്കാന, ഹിമാചൽ. അതിൽ കർണാടകയും ഹിമാചലും വലിയ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. തെലങ്കാനയിലും രേവന്ത് റെഡ്ഡി അതെ, തെലങ്കാനയിലും കേരളത്തിലും ഈ സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം ആഴത്തിലുണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയാം. രേവന്ത് റെഡ്ഡി ഇതിന്റെ വാഹന വ്യൂഹമൊക്കെ വെട്ടിക്കുറച്ചു. നരേന്ദ്രമോദിയുടെ ആഹ്വാനം അനുസരിക്കുന്ന ആദ്യത്തെ ഒരു അവസരമാക്കി എടുത്തത്. അതെ, ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്.
നമ്മുടെ വി ഡി സതീശൻ നേരത്തെ വേണ്ടെന്ന് വെച്ചായിരുന്നു. പക്ഷെ ഉള്ള മോട്ടോർക്കേഡ് വെട്ടിക്കുറച്ച് ചെലവ് ചുരുക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം അങ്ങനെ ഏറ്റെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അടുത്ത കാലത്തെങ്ങും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരിച്ചു വരില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പണം കിട്ടുന്ന മാർഗങ്ങൾ, അതിൻ്റെ സ്രോതസ്സുകൾ അടയ്ക്കണ്ട എന്നാണ് അവരുടെ തീരുമാനം, ഹൈക്കമാൻഡിൻ്റെ. അതുകൊണ്ടാണ് അവർ ഈ ഡി കെ ശിവകുമാറിന് വഴങ്ങുന്നത്. പിന്നെ കർണാടകയുടെ ഒരു പശ്ചാത്തലം, അവിടുത്തെ ജാതി രാഷ്ട്രീയം, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഈ ബി ജെ പിയെയോ സി പി ഐ എമ്മിനെയോ പോലെ അല്ല കോൺഗ്രസ്സിന് കൃത്യമായിട്ട് ഈ ജാതി രാഷ്ട്രീയം അറിയാം. ജാതി കാർഡ് ഇറക്കി ഏറ്റവും നന്നായിട്ട് ഇന്ത്യയിൽ കളിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ അത് ആ കളി അവരുടെ കയ്യിൽ നിന്ന് ആ പകിട വാങ്ങിയെടുത്ത് ബലമായിട്ട് പിടിച്ചെടുത്ത് കളിക്കുന്നത് അമിത്ഷായാണ്. അതാണ് ഇപ്പോഴത്തെ വ്യത്യാസം. എന്തായാലും ഞാൻ ആ ജാതി കാർഡിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സിദ്ധരാമയ്യയ്ക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്ന ഓഫർ, രാജ്യസഭാ സീറ്റ്, കേന്ദ്രത്തിൽ അതായത് ഹൈക്കമാൻഡിൽ ഒരു ഉന്നത പദവി. അതെ, ഇതിപ്പം മല്ലികാർജുന ഖാർഗെ റിട്ടയർ ചെയ്തു, അദ്ദേഹത്തിന് തീരെ വയ്യ, വളരെ അവശനാണ്, വൃദ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് പകരം ആ സ്ഥാനത്തേക്ക് AICC പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാർ അവിടെ ഉള്ളപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ്. അത് സിദ്ധരാമയ്യ ഒരു ജന്മനാൽ കോൺഗ്രസ്സുകാരനല്ല. അദ്ദേഹം ജനതാദളിൽ നിന്ന് പിന്നീട് കോൺഗ്രസിലേക്ക് വന്നയാളാണ്. മൃദു സമീപനം കൂടിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം പട്ടികജാതി രാഷ്ട്രീയത്തിന്റെ ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജാതിക്കാരുടെ ഒരു വലിയ വിഷയമാണ്. ആ ജാതിക്കാട്ടിലാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. സിദ്ധരാമയ്യ പിടിച്ചു നിൽക്കുന്നത് ആ പട്ടികജാതി എന്നുള്ള ഇതും ഒപ്പം മുസ്ലിം വോട്ടിനെയും കൂടെ നിർത്തുകയാണ്. കർണാടകയിലെ ഒരു നിശ്ചിത ശതമാനം മുസ്ലിം വോട്ടും പിന്നെ ഈ ജാതി വോട്ടും, അതായത് കൃത്യമായി മുസ്ലിം ദളിത് കോമ്പിനേഷൻ, അത് സിദ്ധരാമയ്യയ്ക്ക് നന്നായിട്ട് വഴങ്ങും. അതുകൊണ്ടാണ് ഈ ഹൈക്കമാൻഡിന് സിദ്ധരാമയ്യയെ അവിടുന്ന് വെട്ടിയാൽ ഡി കെ ശിവകുമാറിനെ കൊണ്ട് എത്ര പണം കയ്യിലുണ്ടെങ്കിലും ഒറ്റയ്ക്ക് കർണാടകയുടെ അധികാരം പിടിക്കാൻ പറ്റില്ല. സിദ്ധരാമയ്യ പാലം വലിച്ചാൽ ഈ ദളിത് മുസ്ലിം വോട്ട് കോൺഗ്രസിനെ വിട്ടു. അത് വിട്ട് പോകുന്നത് BJPയിലേക്കല്ല, അത് പോകുന്നത് ജനതാദളിലേക്കാണ്, അല്ലെങ്കിൽ കുമാരസ്വാമിയുടെ പാർട്ടിയിലേക്കാണ്. കാരണം അത് കുമാരസ്വാമിയുടെ പാർട്ടിയിൽ പോയാൽ ഒരു പക്ഷേ ഭാവിയിൽ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ് പിന്തുണ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി BJP പിന്തുണയ്ക്കും. ഇങ്ങനൊരു വലിയ വെല്ലുവിളി അതിനകത്തുണ്ട്. പിന്നെ ഇവർ മറ്റൊരു കാര്യം കൂടി ഭയക്കുന്നുണ്ട്. ഡി കെ ശിവകുമാർ പാർട്ടിയെ പിളർത്തി പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ അടിയാണ്. ഒക്കലിംഗ സമുദായം, ഗൗഡ സമുദായത്തിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ ആ സമുദായത്തിന് അവിടെ നമുക്കറിയാം, വീരശൈവർക്ക്, ലിംഗായത്തുകൾക്ക് ആണ് അവിടെ മെജോറിറ്റി. ഈ ലിംഗായത്തുകൾ BJPക്കൊപ്പമാണ്. ലിംഗായത്തുകൾ BJPക്കൊപ്പം നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. ആ വോട്ടുകൾ അങ്ങനെ പിടിച്ചെടുക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞ പോലെ ഒരു വോട്ട് ബാങ്കാണ്. അത് അവരുടെ ആത്മീയ ആചാര്യന്മാർ പറയുന്നത് പോലെ ആ വോട്ട്, നമ്മുടെ കേരളത്തിൽ നമുക്കറിയാമല്ലോ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഒരു നിശ്ചിത ശതമാനം വോട്ടുണ്ട്. അത് ഉസ്താദ് പറയുന്നിടത്തേ വീഴുള്ളൂ. അതിപ്പോൾ നാളെ BJP കാൻഡിഡേറ്റിന് കൊടുക്കണമെന്ന് ഉസ്താദ് പറഞ്ഞാൽ അനുയായികൾ കണ്ണുമടച്ച് BJPക്ക് കുത്തും. അതുപോലെയാണ് ഈ ലിംഗായത്തുകളുടെ കാര്യം. എന്നാൽ അതുപോലൊരു OBC വിഭാഗമാണ് ഈ ഒക്കലിംഗ സമുദായം. അതിനകത്ത് സ്വാധീനം കോൺഗ്രസ്സിന് നല്ല പോലെ ഉണ്ട്, പക്ഷേ BJPക്കും ഉണ്ട്. ഇപ്പോൾ ശോഭാ കരന്തലജയെ പോലെയുള്ള നേതാക്കൾ ആ സമുദായത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവിടെ BJP കളിച്ചിരുന്ന കളി എന്ന് പറയുന്നത് ഈ OBC വിഭാഗങ്ങളെ പരിപൂർണമായിട്ടും കൂടെ നിർത്തുക. ലിംഗായത്തുകൾ അവരുടെ കൂടെ ഉണ്ട്, അവരുടെ അനിഷേധ്യ നേതാവാണ് യെഡിയൂരപ്പ. അതിൻ്റെ കൂട്ടത്തിൽ ശോഭാ കരന്തലജയെ പോലെയുള്ള ഒക്കലിംഗ സമുദായത്തിൻ്റെ, ഗൗഡ സമുദായത്തിൻ്റെ ഒക്കെ നേതാക്കൾ അവരോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ അത് കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റ് ചെയ്ത ഒരു വിഭാഗം ഇവരുടെ കൂടെ വരികയാണ്. പിന്നെ സവർണ വോട്ട് ബാങ്ക്, ഇതെല്ലാം കൂടെ വെച്ചാണ് BJP കളിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം വോട്ടിലും പിന്നാക്ക വോട്ടിലും ഒരു സ്പ്ലിറ്റ് വന്നത് കോൺഗ്രസ്സിനും പോകുമായിരുന്നു, ജനതാദളിനും പോകുമായിരുന്നു. അങ്ങനെ
BJP അവിടെ ഏതാണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. അതാണ് പിന്നീട് ഈ പറഞ്ഞതുപോലെ ദളിത് മുസ്ലിം കോമ്പിനേഷൻ കൊണ്ടുവന്ന് സിദ്ധരാമയ്യ 5 വർഷം കൂടുമ്പോൾ, അതായത് 5 വർഷം BJP ഭരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. അതിനെ മുതലെടുത്തുകൊണ്ട് ഈ ദളിത് മുസ്ലിം വോട്ട് ബാങ്കിനെ കൂടെ പിടിച്ച് സിദ്ധരാമയ്യ അവിടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു കെമിസ്ട്രിയെ മറികടക്കാൻ DK ശിവകുമാറിൻ്റെ പണത്തിന് കഴിയുന്നില്ല. എന്നാൽ DK ശിവകുമാറിനെ പിണക്കാനും കഴിയില്ല ഹൈക്കമാൻഡിന്. കാരണം മറ്റ് സ്ഥലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പണം ഒഴുക്കുന്നത്, പണം എത്തിക്കുന്നത് DK ശിവകുമാറാണ്. തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന് ആവശ്യം നേരിടുമ്പോൾ അവിടെ അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത് DK ശിവകുമാറാണ്. അതുകൊണ്ടാണ് ഈ 3 വർഷം, 2.5 വർഷം എന്നുള്ള ഈ ഒരു കാലയളവ് 3 വർഷം വരെ നീണ്ടുപോയത്. അല്പം കൂടി ജനകീയ അല്ലെങ്കിൽ ഈ ഫാൻസ് ഉള്ള, ആരാധകരുള്ള, അണികളുള്ള ശിവകുമാർ തീർച്ചയായിട്ടും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള നേതാവാണ്. ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പോലും OBC-കാരുടെ സ്വാധീനമുള്ളത്, അവിടെ OBC ആണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത്. പക്ഷേ ഈ കൃത്യമായിട്ട് ഈ ദളിത് മുസ്ലിം കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് സിദ്ധരാമയ്യ പിടിച്ചു നിൽക്കുന്നത്. സിദ്ധരാമയ്യ സത്യത്തിൽ ഒരു ആൻറ്റി BJP, ഒരു പരിധിവരെ ആൻറ്റി ഹിന്ദുവാണ് എന്ന് തന്നെ പറയാം. സിദ്ധരാമയ്യ വളർന്നു വന്ന രാഷ്ട്രീയം അങ്ങനത്തതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് സിദ്ധരാമയ്യെ അത്ര അങ്ങോട്ട് രുചിച്ചിട്ടില്ല. പിന്നെ ഈ തമ്മിൽ ഭേദം എന്നുള്ള നിലയ്ക്കും കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന ഇയാളുടെ കൂടെ MLA-മാരുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ജയിച്ചു വന്നത് ഈ കോമ്പിനേഷനിലാണ്. ഈ കാർഡ് സമർത്ഥമായിട്ട് കളിക്കാൻ ഇങ്ങേർക്ക് അറിയാം. ഇതെല്ലാം കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇങ്ങേരെ സഹിക്കുകയാണ്. ഇപ്പോഴും ഈ ഇങ്ങേരുടെ മകൻ അവിടെ കർണാടക നിയമസഭയിൽ MLA ആണ്, ജയിച്ചു വന്നയാളാണ്. ഈ മകനെ അവിടെ മന്ത്രിയാക്കാം എന്നൊരു വാഗ്ദാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ട്. DK ശിവകുമാറിൻ്റെ മന്ത്രിസഭയിൽ സിദ്ധരാമയ്യയുടെ മകൻ മന്ത്രിയായിരിക്കും. പിന്നെ ഈ അച്ഛന് രാജ്യസഭ സീറ്റ്. അച്ഛനെ അവിടെ MLA ആയിട്ട് തന്നെ തുടരാൻ അനുവദിച്ചാൽ DK ശിവകുമാറിന് സ്വസ്ഥമായിട്ട് ഭരിക്കാൻ പറ്റില്ല. ഇത് കോൺഗ്രസ്സിന് അറിയാം. ഈ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി ഒരു വിസിലുമായിട്ട് സിദ്ധരാമയ്യയുടെ പുറകെ നടക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് ഇടം കൊടുക്കാതെ സിദ്ധരാമയ്യയെ പതുക്കെ ഡൽഹിയിലേക്ക് പറിച്ചു നടുക, ഇവിടെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുക, സിദ്ധരാമയ്യയുടെ മകനെ മന്ത്രിയാക്കുക. ഇപ്പോൾ സിദ്ധരാമയ്യ തൻ്റെ കൂടെയുള്ള വേറെ ചില ദളിത് നേതാക്കളെയൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. സിദ്ധരാമയ്യയ്ക്ക് പ്രായം കുറയായി. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ കുറച്ച് ആൾക്കാരെ ഉയർത്തി കാണിക്കുന്നുണ്ട്, തൻ്റെ കൂടെയുള്ള ചില ദളിത് നേതാക്കളെ, മുതിർന്ന ദളിത് നേതാക്കളെ. ഇവരെ മുഖ്യമന്ത്രിയാക്കണം, അവരെ ആക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഹൈക്കമാൻഡ് ചെവിക്കൊള്ളില്ല. മാത്രമല്ല അവർക്കൊന്നും സിദ്ധരാമയ്യയുടെ അത്ര തന്ത്രങ്ങൾ അറിയില്ല ഈ ഭരണം നടത്തിക്കൊണ്ടുപോകാൻ. സിദ്ധരാമയ്യ തികഞ്ഞ തന്ത്രജ്ഞനാണ്. അതുകൊണ്ടാണല്ലോ DK ശിവകുമാറിനെ ഓരത്തിരുത്തി 3 വർഷം കർണാടക ഭരിച്ചത്. ഇതാണ് അവിടുത്തെ ഒരു ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം. ഇതാണ് അവിടെ BJP വളരെ ശക്തമായിട്ട് ഈ പറഞ്ഞതുപോലെ രംഗത്തുണ്ട്. എന്നാൽ BJP അവിടെ മുഖ്യ പ്രതിപക്ഷമാണ്. BJP തകർന്നടിഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ 70-ലധികം സീറ്റ് നേടി BJP അവിടെ വലിയ കുഴപ്പമില്ലാതെ 60-70 സീറ്റ് നേടി BJP അവിടെ എന്താ പറയുക, അവരുടെ നില പരിതാപകരമാകാതെ ഒരു മാന്യമായ നിലയിൽ പ്രതിപക്ഷത്തിരിക്കുന്നു. ഈ സിദ്ധരാമയ്യ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ്സിന് നമ്മളെല്ലാവരും വിചാരിക്കും ഈ അവിടെ ഒരു ഹിജാബ് വിഷയമുണ്ടായി. BJP-യുടെ കാലത്ത് ഹിജാബ് പൊതുപരീക്ഷകൾക്ക് നിരോധിച്ചിരുന്നു. ഹിജാബ് ധരിച്ചുകൊണ്ട്, പർദ്ദ ധരിച്ചുകൊണ്ടൊന്നും വരാൻ പറ്റില്ല. അത് സിദ്ധരാമയ്യ പുനഃസ്ഥാപിച്ചു. ആ നിരോധനം നീക്കിയിട്ട് ധരിച്ചുകൊണ്ട് വരാം എന്നാൽ. എന്നിട്ട് ഒരു പണിയൂടെ വെച്ചു, കാവി കുറി ഇട്ടുകൂടാ, കാവി ഷാൾ ഇട്ടുകൂടാ, ഇതൊക്കെ കൊണ്ടുവന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ആ നാട്ടിലെ ഹിന്ദുക്കൾ, പ്രത്യേകിച്ചും ലിംഗായത്തുകൾ, ഒക്കലിംഗ തുടങ്ങിയ സമുദായങ്ങൾ കട്ടർ ഹിന്ദു നിലപാടുകളുള്ളവരാണ്. അവർ കോൺഗ്രസ്സിനെതിരാവും. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ DK ശിവകുമാറിന് ഈ 2 വർഷം കിട്ടിയാൽ തന്നെയും 2 വർഷം സ്വസ്ഥമായിട്ട് ഭരിക്കാൻ പറ്റില്ല. ആ 2 വർഷം ഭരിച്ചു കഴിഞ്ഞാലും ആൻറ്റി ഇൻകംബൻസിയും ഈ ജാതി മത ഇതും കൂടെ ചേർന്ന് വരുമ്പോൾ പറഞ്ഞതുപോലെ അവർക്ക് BJP-ക്ക് സുഗമമായിട്ട് ഭരണത്തിൽ തിരിച്ചു വരാൻ പറ്റും.
ഇപ്പോഴാണെങ്കിൽ ജനതാദൾ ഈ കുമാരസ്വാമിയുടെ ജനതാദൾ അവരുടെ കൂടെ മുന്നണിയിലുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു കംഫർട്ടബിളായ മെജോറിറ്റി നേടി തിരിച്ചു വരാൻ പറ്റും. ആ ഒരു ഉറപ്പ് ബി ജെ പിക്കുണ്ട്. അതേസമയം കോൺഗ്രസ്സിന് ഈ അപകടം അറിയാം. അതുകൊണ്ട് സിദ്ധരാമയ്യയെ അവിടെ വെച്ച് വാഴിക്കുന്നത് അപകടമാണെന്ന് കോൺഗ്രസ്സിന് നന്നായിട്ട് അറിയാം. ഇതൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് സിദ്ധരാമയ്യയെ മാറ്റാൻ തയ്യാറാകുന്നത്. വ്യാഴാഴ്ച നിർണായകമായ ദിവസമാണ്. യോഗം നടക്കുകയാണ്, ക്യാബിനറ്റ് നടക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഈ സിദ്ധരാമയ്യയെ മാറ്റി ഈ ഇദ്ദേഹത്തെ DK ശിവകുമാറിനെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തി നോക്കിയാൽ സിദ്ധരാമയ്യ രാജി കൊടുക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ കർണാടക കോൺഗ്രസ്സിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. തീർച്ചയായിട്ടും DK ശിവകുമാർ വലിയ കളികൾക്ക് മുതിരും. DK ശിവകുമാറിനാണെങ്കിൽ കോൺഗ്രസ്സിൽ മാത്രമല്ല BJP ആയിട്ടും നല്ല ബന്ധമാണ്, അമിത്ഷായുമായിട്ട് പ്രത്യേകിച്ചും വളരെ അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തും അവിടെ സംഭവിക്കാം. ഒരു ഭരണം മാറ്റം വേണമെങ്കിൽ ഉണ്ടാകാം. കാരണം BJPയും കുമാരസ്വാമിയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ DK ശിവകുമാർ കോൺഗ്രസ്സിൽ നിന്ന് ഒരു കൂട്ടം MLA-മാരുമായിട്ട് പുറത്തു വന്നാൽ അത് വലിയ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിന് പോലും കർണാടകയിൽ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സംസ്ഥാനത്തുള്ള ഭരണം കളയാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ കൃത്യമായൊരു തീരുമാനം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് അവിടെ നടപ്പാക്കും. അത് ഈ സിദ്ധരാമയ്യയുടെ മാറ്റവും പകരം ശിവകുമാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാരോഹണവും ആയിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.